നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ. ഇത് കാലാകാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിനും ചോദിക്കാം, 4 മാർക്കിനും ചോദിക്കാം. ഒരു കുഴപ്പമില്ല, രണ്ടിടത്തും കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ശരി, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ഇൻ എ ഡിസാസ്ട്രസ് ഫസ്റ്റ് ഫ്ലൈറ്റ് an experimental paper airplane follows the trajectory of the particle. അതായത് ഒരു ഡിസാസ്ട്രസ് ഫ്ലൈറ്റ് എന്താണ്, നേരെ പോയില്ല, അത് ഇടിച്ചു വീണു. ഫ്ലൈറ്റ് ഒരു പേപ്പർ പ്ലെയിൻ ആണ്. ഒരു പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കിയ എന്താണ് പ്ലെയിൻ, പേപ്പർ കൊണ്ടുണ്ടാക്കിയ പ്ലെയിൻ എന്താണ്, നമ്മൾ പറത്തി വിട്ടു, അത് ഇടിച്ചു വീണു, അത്രേ ഉള്ളൂ. അത് ഇടിച്ചു വീണു, അതാണ് സംഭവിച്ചത്. അയാള് പോയ പാത്തിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്. അയാള് കടന്നുപോയ പാത്തിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്. ദാ x is equal to t minus 3 sin t, y is equal to 4 minus 3 cos t, t greater than or equal to 0, t greater than or equal to 0, t time ആണ്, t greater than or equal to 0 ആണ്, ടൈം നെഗറ്റീവ് ആവില്ല. പക്ഷെ അത് 10ാമത്തെ സെക്കൻഡിൽ t equal to 10, ടൈം t equal to 10 അതെന്ത് ചെയ്യുന്നു, വാളിൽ ഇടിച്ചു വീഴുന്നു. t equal to 10 അതെന്താണ്, വാളിൽ ഇടിച്ചു വീഴുന്നു, അതാണ് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴൊക്കെയാണ് ആ എയർപ്ലെയിൻ ഹൊറിസോണ്ടലി പറന്നത്? ഈ ഹൊറിസോണ്ടലി പറക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നേരെ പറന്നു. ഇനി അത് എപ്പോഴൊക്കെയാണ് വേർട്ടിക്കലി പറന്നത്? അതായത് നേരെ മുകളിലോട്ട് എപ്പോഴൊക്കെയാണ് പറന്നത്? നേരെ മുകളിലേക്ക് എപ്പോഴൊക്കെയാണ് പറന്നത്? അതാണ് കണ്ടുപിടിക്കാനുള്ളത്. അതാ കണ്ടല്ലോ, അത് നമ്മൾ പറത്തി വിട്ടു, അത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം പോയിരിക്കുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇയാളുടെ പോയ പാത്തിന്റെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അയാളതാ ഇങ്ങനെ പോയപ്പോ ഇവിടെ എത്തി നോക്കൂ, ഇത് ഹൊറിസോണ്ടൽ ആയിട്ടില്ലേ പറഞ്ഞത്? പറഞ്ഞോളൂ. ബോർഡ് കാണാൻ പറ്റുന്നില്ല. അത് അടുത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആര്യക്ക്? സാർ എനിക്ക് കാണാം. നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് കേട്ടോ, നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. അപ്പോ എന്താണ്, ഞാൻ ഇത് ചെയ്തേക്കാം, എന്താണ് റെക്കോർഡഡ് വീഡിയോ ഇട്ടേക്കാം. അപ്പൊ മനസ്സിലാവുമായിരിക്കും, ഇത് ബോർഡിന്റെ പ്രശ്നമാണ്. ഓക്കെ, ബോർഡല്ല, നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പോ യെസ്, നമ്മുടെ ഈ പ്ലെയിൻ, ഈ എയർപ്ലെയിൻ എന്താണ് പോകുന്ന പാത്ത്, അതപ്പൊ നേരെ മുകളിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ടാവും, നേരെ മുകളിലേക്ക് അത് പൊങ്ങുന്ന സമയം ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന സമയം ഉണ്ടാവും. നേരെ മുകളിലേക്ക് പോകുന്നത് ഈ ഒരു സമയം കണ്ടു, വേർട്ടിക്കൽ. ഓക്കെ, ഇപ്പതാ ഈ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നേരെ മുകളിലേക്കാണ് അത് പോകുന്നത്, അത് വേർട്ടിക്കൽ. ഈ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നേരെ പോകുന്നു, അത് ഹൊറിസോണ്ടൽ. അപ്പൊ ഇതൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കും? എപ്പോഴൊക്കെ സംഭവിക്കുന്നു, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമ്മുടെ പ്രോബ്ലം അതാണ്. ശരി, അപ്പൊ നമുക്ക് എന്തായാലും പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇപ്പൊ വൈറ്റ് ബോർഡ് കാണാമോ? ശരി. അപ്പോ നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ, പാത്ത് ഫോളോ ചെയ്ത പാരാമെട്രിക് ഇക്വേഷൻ ആണ് ഞാൻ തരുന്നത്. t മൈനസ് 3 sin t, y is equal to 4 minus 3 cos t, t greater than or equal to 0, 10ാമത്തെ സെക്കൻഡിൽ പ്ലെയിൻ ഇടിച്ച് വീഴും. 10ാമത്തെ സെക്കൻഡിൽ പ്ലെയിൻ ഇടിച്ചു വീഴും. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 0 മുതൽ 10 വരെ ഉള്ളൂ ഫ്ലൈറ്റ്. 0 സെക്കൻഡ് മുതൽ 10ാമത്തെ സെക്കൻഡ് വരെ ഉള്ളൂ ഫ്ലൈറ്റ്. അതാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് ധൈര്യമായിട്ട് കൊടുത്തത്. ഇടിച്ചു വീണതിന് ശേഷം പിന്നെ ഫ്ലൈറ്റ് ഒന്നുമില്ല. ഇനി ഹൊറിസോണ്ടൽ ആയിട്ട് എപ്പോ പറക്കും, വേർട്ടിക്കലായി എപ്പോ പറക്കും? ഹൊറിസോണ്ടലായി എപ്പോ പറക്കും, വേർട്ടിക്കലായി എപ്പോ പറക്കും? അതിനെനിക്ക് dx by dt വേണം,
dx by dt. 1 minus 3 cos t. ഇനി dy by dt വേണം. dy by dt. dy by dt എന്ന് പറയുന്നത് 4ന്റെ ഡെറിവേറ്റീവ് പോയി, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, 3 സൈൻ. ഈ ഹൊറിസോണ്ടലായി പറക്കുമ്പോ dy by dt 0 ആണ്, dx by dt 0 അല്ല. dy by dt 0 ആണ്, പക്ഷെ dx by dt 0 അല്ല. അതായത് 3 sin t 0 ആണ്. 3 sin t 0 ആണ്. അതായത് sin t 0 ആണ്. സൈൻ 0 ആകുന്നത് 0, പൈ, 2π, അടുത്ത 4π, സോറി 4π അല്ല 3π. 4π, 5π എക്സെട്ര എന്ന് പറയുന്ന പോയിന്റുകളിലാണ്. പക്ഷെ നമ്മുടെ ടി വാല്യൂ നോക്കണം. ടി വാല്യൂ എന്ന് പറയുന്നത് 0യുടെയും 10ന്റെ ഇടയ്ക്കാണ്. 0യുടെയും 10ന്റെ ഇടയ്ക്കാണ്. അപ്പൊ 0 ഓക്കെ, പൈ 3.14 ആണ്. 2π എന്ന് പറയുമ്പോൾ 6 പോയിന്റ് സംതിങ് ആണ്. 6 പോയിന്റ് സംതിങ് ആണ്. 3π എന്ന് പറയുമ്പോൾ 9 പോയിന്റ് സംതിങ് ആയിരിക്കും. 9 പോയിന്റ് സംതിങ് ആയിരിക്കും. അപ്പൊ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 9.42 സംതിങ് ആയിരിക്കും. ഇനി ഞാന് 4π എടുത്തു കഴിഞ്ഞാൽ അത് 10ന്റെ വെളിയിൽ പോകും. 10ന്റെ വെളിയിൽ പോകും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. മതി. ഇനി dx by dt എന്ന് പറയുന്നത് dx by dt 0 ആകരുത്. dx by dt 0 ആകരുത് എന്നൊരു ഉറപ്പും കൂടെ നിങ്ങൾ വരുത്തിയേക്കണം. അപ്പൊ അതിനുവേണ്ടി 0 ഇവിടെ കൊടുത്തപ്പോ 1 minus 3 cos 0 1. 1 minus 3 minus 2 0 അല്ല. പൈ കൊടുത്തു നോക്കാം. പൈ 1 minus 3 into cos പൈ. cos പൈ minus 1 ആണ്. അപ്പൊ 1 plus 3 4. പിന്നെ അടുത്ത് 2π 1 ആണ്, 3π minus 1 ആണ്, and so on. അപ്പൊ ഇവിടെ ഒന്നും dx by dt 0 അല്ല. അപ്പൊ 0, പൈ, 2π, 3π എന്നീ പോയിന്റുകളിൽ 0, പൈ, 2π, 3π എന്ന പോയിന്റുകളിൽ നമ്മുടെ പ്ലെയിൻ ഹൊറിസോണ്ടലായിരിക്കും പറക്കുന്നത്. അപ്പൊ അറ്റ് t is equal to 0, t equal to pi, t equal to 2π, t equal to 3π, the paper plane flies horizontal. പേപ്പർ പ്ലെയിൻ ഹൊറിസോണ്ടലായി ഫ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വെർട്ടിക്കൽ. വെർട്ടിക്കലി ഫ്ലൈ ചെയ്യണമെങ്കിൽ dy by dt 0 ആകരുത്. പകരം dx by dt 0 ആകണം. dy by dt 0 ആകരുത്, പക്ഷെ dx by dt 0 ആകണം. dx by dt എന്ന് പറയുമ്പോൾ 1 minus 3 sin t 0 ആകണം. അതായത് 3 sin t equal to 1. അതായത് sin t equal to 1/3. സൈനിന്റെ വാല്യൂ 1/3 ആകുന്നതിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതെന്തായാലും കാൽക്കുലേറ്ററിലിട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. തെറ്റിപ്പോയി. സൈൻ അല്ല, കോസ് ആയിരുന്നു. കോസ്റ്റ്. അപ്പൊ ഇനി കോസ് 1/3 ആകുന്നത് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് കാൽക്കുലേറ്ററിന്റെ സഹായം തേടാം. അപ്പോ എന്താണ് കോസ്
കോസ് ഇൻവേഴ്സ് 1 divided by 3. Cos inverse 1 divided by 3. That will be t equal to some cos inverse 1 divided by 3. That is equal to 70.52 degree. 70.52 degree. അതിപ്പോ റേഡിയനിലാണെങ്കിൽ 1.23 റേഡിയൻ. റേഡിയൻ എന്നു ഞാൻ എഴുതൂല. 1.23 റേഡിയൻ. 70.52 ഡിഗ്രി 1.23 റേഡിയൻ. എഴുതാട്ടെ. ഡൺ. ഇനി നമുക്ക് ഇത് മാത്രം പോരാ, നമ്മുടെ കോസിന് കിട്ടിയ പോലെ മൾട്ടിപ്പിൾ വാല്യൂസ് ഇവിടെയും കിട്ടും. കോസിന് കിട്ടിയതുപോലെ, ഇവിടെ കിട്ടിയതുപോലെ, ഹൊറിസോണ്ടലിന് കിട്ടിയ പോലെ മൾട്ടിപ്പിൾ വാല്യൂസ് ഇതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് ഈ ആൾക്ക് കിട്ടും. അത് കണ്ടുപിടിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് മാർക്ക് പോകുന്നത്. അത് കണ്ടുപിടിക്കാതെ പോയി കഴിഞ്ഞാൽ മാർക്ക് പോകും. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ. ഇതാണല്ലോ നമ്മുടെ 70 ഡിഗ്രി ഏകദേശം ഇവിടെ വരും. 70 ഡിഗ്രി ഏകദേശം ഇവിടെ വരും. ഇവിടെ നമ്മള് കോസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കോസ് ഇവിടെ പോസിറ്റീവാണ്, കോസ് ഇവിടെ പോസിറ്റീവാണ്. കോസ് ഇവിടെ രണ്ടിടത്തും പോസിറ്റീവ് അല്ല. ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. മനസ്സിലാക്കുക. അപ്പോ കോസ് രണ്ടിടത്ത് പോസിറ്റീവാണ്, അത് മനസ്സിലാക്കണം. നമുക്ക് ഒരു 360 ഡിഗ്രി കറങ്ങി വരാം. 360 ഡിഗ്രി കറങ്ങി വരും. അതായത് 2π plus 1.23. 2π plus 1.23. 2π plus 1.23 എന്ന് പറയുന്നത് 6 point something plus 1.23 7 point something. 10ന്റെ വെളിയിൽ പോയിട്ടില്ല. 0 less than or equal to t less than or equal to 10 ആണ്. അതായത് cos 2π plus 1.23 is equal to cos 1.23. That is equal to 1/3. അപ്പോ cos 2π plus 1.23 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ആ വാല്യൂ എഴുതും 1.23. 2π plus 1.23. 2π plus 1.23. ഇനി അടുത്ത് 2π മൈനസ്, അതായത് ഇത് ഇങ്ങനെ കറങ്ങി വന്നു. ഇതിപ്പോ 2π പ്ലസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങി ഇങ്ങനെ വരും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങിയിട്ട് അത് തിരിച്ചായിരിക്കും വരുന്നത്. ഇങ്ങനെ വരും. ഇനി അത് തിരിഞ്ഞു പോണം. അതാണ് ചെയ്യുന്നത്. അതായത് 2π മൈനസ് ആണ്. 2π മൈനസ് 1.2. 2π മൈനസ് 1.2. 2π മൈനസ് 1.23 എന്ന് പറയുമ്പോഴും 6 point something മൈനസ് 1.23 is 5 point 4 point something ആണ്. വീണ്ടും ഇതിന്റെ ഇടയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് 0 തൊട്ട് 10ന്റെ ഇടയിലാണ് നിൽക്കുന്നത്. cos 2π മൈനസ് 1.23 is cos 1.23. That is equal to 1/3. നമുക്കതാ ഈ 3 വാല്യൂ ആണുള്ളത്. ഈ 3 വാല്യൂലാണ് നമ്മുടെ ഫ്ലൈറ്റ് വേർട്ടിക്കലായി പറക്കുന്നത്. ഈ 3 പോയിന്റിലാണ്. നിങ്ങൾക്ക് ഞാൻ ഈ കോസിന്റെയും സൈനിന്റെയും വാല്യൂസ് പോസിറ്റീവ് ആവുന്നത് നെഗറ്റീവ് ആവുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഈ അവസാനത്തെ ആളെ കണ്ടുപിടിക്കുന്നത്. കോസ് പോസിറ്റീവായി നിലനിൽക്കണം. കാരണം നമുക്ക് നെഗറ്റീവ് അല്ല വാല്യൂ. കോസ് പോസിറ്റീവായി നിൽക്കുന്ന രണ്ട് ക്വാഡ്രൻസിനെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. 2 ക്വാഡ്രൻസിനെ ഞാൻ മാർക്ക് ചെയ്തു. അവിടെ ആദ്യം t ഈക്വൽ ടു 1.23 അല്ലെങ്കിൽ 70 ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞ സാധനം ഞാനിവിടെ മാർക്ക് ചെയ്തു. 70 ഡിഗ്രി എന്ന് പറയുന്ന ആളെ നമ്മൾ 2π കറങ്ങി വന്നാലും 70 ഡിഗ്രി റേഡിയനിൽ 1.23 ആണ്. നമ്മൾ 2π ഡിഗ്രി കറങ്ങി വന്നാലും അതേ വാല്യൂ തന്നെയാണ്. ഡൺ. അപ്പൊ
അപ്രോക്സിമേറ്റ്ലി 7 പോയിന്റ് സംതിങ് ആണ്. വീണ്ടും 2π കറങ്ങി വരാൻ പറ്റില്ല. സോറി, 7 പോയിന്റ് സംതിങ് ആണ്. വീണ്ടും 2π കറങ്ങി വന്നു കഴിഞ്ഞാൽ +6 കയറും, 10നേക്കാൾ വെളിയിൽ പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കറങ്ങാൻ പറ്റില്ല. ഇനി 2π - 1.23 ആണെങ്കിൽ 2π - 1.23 ആണ്, തിരിഞ്ഞു കറങ്ങി 2πയിൽ നിന്ന് മൈനസ് താഴേക്ക് കറങ്ങിയെങ്കിൽ ഇതായിരിക്കും ആംഗിൾ. നോക്കിയപ്പോൾ അതും 0യുടെയും 10ന്റെ ഇടയിലാണ് നിൽക്കുന്നത്. അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും സംഗതി റെഡി. അപ്പൊ നമ്മുടെ വേർട്ടിക്കലായി പറക്കുന്ന പോയിന്റുകൾ ഇതൊക്കെയാണ്: 1.23, 2π + 1.23, 2π - 1.23. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവര് cos ഇൻവേഴ്സ് 1/3, 2π + cos ഇൻവേഴ്സ് 1/3, 2π - cos ഇൻവേഴ്സ് 1/3 എന്നായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവും. അവർ cos ഇൻവേഴ്സ് 1/3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ മെനക്കെട്ടില്ല. ഞാനത് മെനക്കെട്ടു. കാരണം വേറെ ഒന്നുമല്ല, ഇത് 0ന്റെ 10ന്റെ ഇടയിലാണ് നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിന് ഡിഗ്രിയിലും റേഡിയനിലും കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉള്ള സ്ഥിതിക്ക് അത് വലിയ കാര്യമൊന്നുമല്ല. റേഡിയനും ഡിഗ്രിയും മാറ്റാൻ അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, മനസ്സിലായ? മനസ്സിലായി. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, സൂക്ഷിക്കുക. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, സൂക്ഷിക്കുക. ഡൺ. നൗ നെക്സ്റ്റ് കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പാരാമെട്രിക് ഇക്വേഷൻ ആണ് ഞാൻ തരാൻ പോകുന്നത്. x = t² y = t³. x = t² y = t³ -∞ t +∞ എന്നവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ടി എല്ലാ വാല്യൂ സ്വീകരിക്കും എന്നാണ് അതിന്റെ അർത്ഥം, വേറെ ഒന്നുമല്ല. ഈ പാരാമെട്രിക് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ആളുടെ പേര് സെമി ക്യൂബിക്കൽ പാരബോള. സെമി ക്യൂബിക്കൽ പാരബോള ഇതാണ് ഈ ഒരു ഫിഗറിന്റെ പേര്. ഇയാൾ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫിന്റെ പേര് ഇതാണ്, സെമി ക്യൂബിക്കൽ പാരബോള. വാട്ട് ഇസ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സെമി ക്യൂബിക്കൽ പാരബോള എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാലേ, വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ സെമി ക്യൂബിക്കൽ പാരബോള എന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാലേ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. x = t², y = t³. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഫിഗർ ഇവിടെ നിന്ന് കാണാം. അതിന്റെ ഫിഗർ ഇതാണ്, അയാളുടെ ഫിഗർ ഈ കാണാം. ഇതാണ് ഒരു സെമി ക്യൂബിക്കൽ പാരബോള. ഒന്നുമില്ല, ഇയാൾ ഇങ്ങനെ വരുന്നു, ഒറിജിനിൽ തൊടുന്നു, അതേപോലെ തിരിച്ചു പോകും, അതേപോലെ താഴേക്ക് പോകും, വന്നതുപോലെ തന്നെ താഴേക്ക് പോകും. ഇത്രയേ ഉള്ളൂ. ഇതാണ് കാര്യം. ഇയാളുടെ ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഇയാളുടെ ഡയറക്ഷൻ ഇതാണ്, മുകളിലേക്കാണ് ഇയാളുടെ ഡയറക്ഷൻ. പാരാമെട്രിക് കർവ് ആകുമ്പോൾ ഡയറക്ഷൻ വേണമല്ലോ, പാരാമെട്രിക് കർവ് ആകുമ്പോൾ ഡയറക്ഷൻ വേണം. അതാണ് അയാളുടെ ഡയറക്ഷൻ. ഇവിടെ നിന്ന് വന്നിട്ട് നേരെ അങ്ങോട്ട് മുകളിലോട്ട് കഴിഞ്ഞു. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. വിത്തൗട്ട് eliminating the parameter, find dy/dx and d²y/dx², dy/dx and d²y/dx² of semi-cubical parabola. dy/dx ഉം d²y/dx² കണ്ടുപിടിക്കാൻ
ആരുടെ സെമി ക്യൂബിക്കൽ പാരബോളയുടെ ഡി വൈ ബൈ ഡി എക്സും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും കണ്ടുപിടിക്കാൻ അറ്റ് 1 1 ആൻഡ് 1 മൈനസ് 1, അതായത് എക്സ് 1 വൈ 1 ആവുമ്പോഴും എക്സ് 1 വൈ മൈനസ് 1 ആവുമ്പോഴും ഉള്ള ഡി വൈ ബൈ ഡി എക്സും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ സെമി ക്യൂബിക്കൽ പാരബോളയാണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് എലിമിനേറ്റിംഗ് ദ പാരാമീറ്റർ. എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ടിയെ ഒഴിവാക്കിക്കൊണ്ട്, അതായത് ടിയെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യാൻ ഒക്കത്തില്ല എന്നവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ടിയെ ഒഴിവാക്കിക്കൊണ്ട് ഡിഫറൻഷിയേഷൻ ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട. എന്താണ് ടിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഡിഫറൻസിയേഷൻ? ഇതാ നോക്കിക്കൊള്ളണേ, ഞാനത് ജസ്റ്റ് ചുമ്മാ കാണിച്ചു തരികയാണ്. എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ വൈ ഈക്വൽ ടു ടി ക്യൂബ്, അതാണല്ലോ സെമി ക്യൂബിക്കൽ പാരബോളയുടെ ഇക്വേഷൻ. ഞാൻ ഇവിടെ ക്യൂബ് എടുക്കുന്നേ, എക്സ് ക്യൂബ് ഈക്വൽ ടു ടി സ്ക്വയർ ദ ഹോൾ ക്യൂബ് ടി റൈസ് ടു 6. ഇവിടെ വൈ സ്ക്വയർ ഈക്വൽ ടു ടി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ടി റൈസ് ടു 6. ടി റൈസ് ടു 6 കോമൺ ആണ്. അപ്പോ എക്സ് റൈസ് ടു 3 ഈക്വൽ ടു വൈ സ്ക്വയർ. കഴിഞ്ഞു. സെമി ക്യൂബിക്കൽ പാരബോളയുടെ ടി ഞാൻ ഒഴിവാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് ഡി വൈ ബൈ ഡി എക്സ് വേണോ? അതാ നോക്കിക്കോ, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 3x² ആകുന്നു, വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആകുന്നു. അപ്പോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 3x² ഡിവൈഡഡ് ബൈ വൈ. 3x² ഡിവൈഡഡ് ബൈ വൈ. എന്റെ ജോലി കഴിഞ്ഞു. ഇനി അടുത്ത് എനിക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വേണോ? ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വേണോ? എനിക്ക് ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനിപ്പോ എന്തായാലും പോകുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാൻ ടീനെ ഒഴിവാക്കിയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ആ പരിപാടി വേണ്ട എന്നാണ് അവരെടുത്ത് പറയുന്നത്. ടീനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട. ടീനെ ഒഴിവാക്കാതെ ഡി വൈ ബൈ ഡി എക്സും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും കണ്ടുപിടിച്ചോണ്ട് വരാം. ശരി, അപ്പൊ നമ്മൾ അതിലേക്കാണ് പോകുന്നത്, യഥാർത്ഥ ഉത്തരത്തിലേക്കാണ് പോകുന്നത്. ഇതല്ല, യഥാർത്ഥ ഉത്തരത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്നത് ടി സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്, വൈ എന്ന് പറയുന്നത് ടി ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഡി എക്സ് ബൈ ഡി ടി വേണം. 2t. ഡി വൈ ബൈ ഡി ടി വേണം, 3t സ്ക്വയർ. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ് വേണ്ട. ഡി വൈ ബൈ ഡി ടി 3t സ്ക്വയർ, ഡി എക്സ് ബൈ ഡി ടി 2t. ടീം വെട്ടിപ്പോവും, 3/2t എന്ന് കിട്ടും. നോക്കൂ, ഞാൻ ടിയെ ഒഴിവാക്കാതെയാണ് ഡിഫറൻസിയേഷൻ കണ്ടുപിടിച്ചത്. കിട്ടി. ആരും ഇത് കണ്ട് അയ്യോ ആ ഉത്തരം വന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ടീനെ ഒഴിവാക്കാത്തോട്ട് ടീയിലുള്ള ഉത്തരമേ വരത്തുള്ളൂ. സംഗതി ഇത് രണ്ടും ഈക്വൽ തന്നെയാണ്. എക്സിനും വൈക്കും ഇവിടെ തന്നിട്ടുള്ള വാല്യൂ എടുത്ത് കൊടുത്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈക്വൽ ആണെന്ന്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 3/2 ഇൻറ്റു ടി. സംഗതി ഈ സാധനം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ട് വലിയ കാര്യമില്ല. പക്ഷെ അത് മാത്രമല്ല, വേറൊരാളെ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പുതിയതാണ്. ശരി, അപ്പൊ അത് ശ്രദ്ധിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നും കൂടെ ഡി എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നതല്ലേ? ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നും കൂടെ ഡി എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നതല്ലേ? വേണമെങ്കിൽ അത് കുറച്ചുകൂടെ മെനക്കെഴുതാം. വൈ ഡാഷിനെ അല്ലെങ്കിൽ
ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഡാഷ്. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഡാഷ്. വൈയുടെ ആദ്യത്തെ ഡെറിവേറ്റീവിന് ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. നമുക്കറിയാവുന്ന കാര്യം, ഞാനത് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി വൈ ഡാഷ് ബൈ ഡി എക്സ്. ഇതിനെ ഞാനൊന്ന് ഭംഗിക്ക് എഴുതാൻ പോവാണ്. ഡി വൈ ഡാഷ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഓക്കെ, ശരി. നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഡി വൈ ബൈ ഡി എക്സ് നമ്മുടെ കയ്യിലുണ്ട് 3t/2. ഡി വൈ ബൈ ഡി എക്സ് നമ്മുടെ കയ്യിലുണ്ട് 3t/2. ഇവിടെ അതായത് നമ്മുടെ വൈ ഡാഷ്, നമുക്ക് വൈ ഡാഷിന്റെ ഡെറിവേറ്റീവ് വേണം വിത്ത് റെസ്പെക്ട് ടു ടി. വൈ ഡാഷിന്റെ ഡെറിവേറ്റീവ് വേണം വിത്ത് റെസ്പെക്ട് ടു ടി. അത് പിന്നെ 3/2 കാണുമ്പോൾ തന്നെ അറിയാം. 3/2. നമ്മുടെ കയ്യിൽ ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് ദാ കിടക്കുന്നു 2t ആണ്. അതിന്റെ റെസിപ്രോക്കലാണ് ഡി ടി ബൈ ടു, ഡി ടി ബൈ ഡി എക്സ്. ഡി ടി ബൈ ഡി എക്സ് അതിന്റെ റെസിപ്രോക്കലാണ്, അതായത് 1/2t. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി, d² y ബൈ dx² കിട്ടുമെന്നല്ലേ അവർ പറഞ്ഞത്. അപ്പൊ 3/2 ഇൻറ്റു 1/2t, ദാറ്റ് ഇസ് 3/4t. കഴിഞ്ഞു. d² y ബൈ dx² കണ്ടുപിടിച്ചു. d² y ബൈ dx² കണ്ടുപിടിക്കുന്ന രീതി വളരെയധികം ശ്രദ്ധിക്കുക. എന്താണ് ചെയ്യുന്നത്? എന്താണ് d² y ബൈ dx² എന്ന് പറയുന്നത് വൈ ഡാഷിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഡാഷ്. ഡി വൈ ഡാഷ് ബൈ ഡി എക്സ്. എന്നിട്ട് അയാളെ ടി വെച്ചൊന്ന് മാറ്റി എഴുതി. ഡി വൈ ഡാഷ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഡി ടിയും വെട്ടിപ്പോവും, ഡി വൈ ഡാഷ് ബൈ ഡി എക്സ് ആവും. ഡി വൈ ഡാഷ് ബൈ ഡി ടി, അതായത് വൈ ഡാഷിന് ടി വെച്ച് ഡെറിവേറ്റീവ് എടുക്കണം. നമ്മുടെ കയ്യിൽ വൈ ഡാഷ് ഉണ്ട് 3t/2. അതിനെ ഒന്നും കൂടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കുമ്പോൾ 3/2. എന്നിട്ട് ഡി ടി ബൈ ഡി എക്സ്. ഡി എക്സ് ബൈ ഡി ടി ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ അത് ഡി ടി ബൈ ഡി എക്സ് കിട്ടും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു, ആൻസർ ആയി. നിങ്ങൾക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് 1,1 അതായത് എക്സ് വാല്യൂ 1 വൈ വാല്യൂ 1. എക്സ് വാല്യൂ 1 വൈ വാല്യൂ 1. നിങ്ങൾക്കറിയാം എക്സ് ഈക്വൽ ടു ടി സ്ക്വയറും വൈ ഈക്വൽ ടു ടി ക്യൂബുമാണ്. അതായത് 1 ഈക്വൽ ടു ടി സ്ക്വയർ, 1 ഈക്വൽ ടു ടി ക്യൂബ്. ആരുടെ സ്ക്വയർ എടുത്താലാണ് 1 കിട്ടുന്നത്? അതേസമയം ക്യൂബ് എടുത്താലും 1 കിട്ടണം. അതായത് ടി ഈക്വൽ ടു 1. അവര് നമ്മളോട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 1 എന്ന പോയിന്റിലാണ്. 1 എന്ന പോയിന്റ് എന്ന് പറയുന്നത് x1 y1 എന്നാണ്. അവിടെ ടിയുടെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. ടിയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ വൈ ഈക്വൽ ടു ടി ക്യൂബില് എക്സിന്റെ വൈന്റെ വാല്യൂ 1 എന്ന് കൊടുത്തു. ടി സ്ക്വയർ 1, ടി ക്യൂബ് 1. ഒരാളുടെ ക്യൂബ് എടുക്കുമ്പോഴും 1 കിട്ടണം, സ്ക്വയർ എടുക്കുമ്പോഴും 1 കിട്ടണം. അങ്ങനെയുള്ള ഒരേ ഒരു നമ്പറേ ഉള്ളൂ, അത് 1 ആണ്. സ്ക്വയർ എടുക്കുമ്പോഴും ക്യൂബ് എടുക്കുമ്പോഴും 1 കിട്ടണം. ഒരേ ഒരു നമ്പറാണ്, അത് 1. ശരി, ഇനി അടുത്ത ടി ഈക്വൽ ടു 1. ടി ഈക്വൽ ടു 1 ഡി വൈ ബൈ ഡി എക്സ് അറ്റ് 1 1 ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 3t/2 ആണ്. 3 ഇൻറ്റു 1/2, 3/2. ഞാൻ പറഞ്ഞു 1 എന്ന പോയിന്റിൽ ടി വാല്യൂ 1 ആണ്. ഇനി d² y ബൈ dx² അറ്റ് 1 1. d² y ബൈ dx² 3/4t ആണ്. 3/4 ഇൻറ്റു 1, 4 ഇൻറ്റു 1, 3/4. ഇനി അടുത്ത 1, -1 എന്ന പോയിന്റാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു -1. എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്, ടി സ്ക്വയർ 1. വൈ എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് ആണ്, ടി ക്യൂബ് -1. സ്ക്വയർ എടുക്കുമ്പോൾ 1ഉം ക്യൂബ് എടുക്കുമ്പോൾ -1ഉം. സ്ക്വയർ എടുക്കുമ്പോൾ 1ഉം ക്യൂബ് എടുക്കുമ്പോൾ -1ഉം. ടി വാല്യൂ -1 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ 1 കിട്ടണം,
ക്യൂബ് എടുക്കുമ്പോൾ -1 കിട്ടണം, അത് -1 ആ സ്വഭാവമാണ്. അപ്പൊ പിന്നെ dy by dx at 1, -1. 1, -1 ൽ t വാല്യൂ -1 ആണ്. t വാല്യൂ -1 ആണ്. 3t/2 3 into -1/2 -3/2. അടുത്ത d² y by dx² at 1, -1. 3/4t. 3/4 into -1 -3/4 -3/4 കഴിഞ്ഞു. സിമ്പിൾ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഞാനത് വീണ്ടും പറയാം എന്താണ് ചെയ്തതെന്ന്. വളരെയധികം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ അവർ പറയുന്നത് പാരാമീറ്റർ എലിമിനേറ്റ് ചെയ്യാതെ dy by dx ഉം d² y by dx കണ്ടുപിടിക്കുക. dy by dx കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ മെത്തേഡ് ഉണ്ട്. dy by dt divided by dx by dt. രണ്ടുപേരെയും കണ്ടുപിടിക്കുന്നു, സിമ്പിൾ ആയിട്ട് ചെയ്തു, കാര്യം കിട്ടി. ഇനി അടുത്തത് നമ്മൾ ചെയ്യാത്ത ടാസ്കാണ്. എന്താണ്? d² y by dx² പാരാമീറ്ററിനെ എലിമിനേറ്റ് ചെയ്യാതെ കണ്ടുപിടിക്കുക. അത് നമ്മൾ വിജയകരമായി കണ്ടുപിടിച്ചു. d² y by dx² y' ഡെറിവേറ്റീവ് ആണെന്നും അതുവഴി അയാളെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതും എന്നിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് അവരെയൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഏറ്റവും അവസാനവും ട്വിസ്റ്റ് ഉണ്ട്. 1,1 dy by dx ഉം d² y by dx കണ്ടുപിടിക്കാൻ പറഞ്ഞു. 1,1 എന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ x ഉം 1 y ഉം 1. ആ സമയത്ത് ടിയുടെ വാല്യൂ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം നമ്മുടെ ഉത്തരം ടിയിലാണ്, എക്സിലും വൈലും ഒന്നും അല്ല. എക്സിലും വൈലും ആയിരുന്നെങ്കിൽ സൗകര്യപൂർവ്വം നമുക്ക് കൊടുക്കായിരുന്നു. അപ്പൊ നമുക്ക് 1,1 കൊടുക്കുമ്പോ 3 into 1/2 3/2. അടുത്ത വീണ്ടും ഇവിടെ കൊടുക്കുമ്പോ 3/4. അടുത്ത അതേസമയം അടുത്ത കേസ് 1 -1 ആവുമ്പോ ടി വാല്യൂ -1 എന്ന് കൺഫേം ചെയ്യും. t² 1 ആവണം, t³ -1 ആവണം. അങ്ങനെ സംഭവിക്കുന്ന ഒരേ ഒരു പോയിന്റേ ഉള്ളൂ, t = -1. അത് കൊടുത്തു. അവിടുത്തെ dy by dx d² y by dx കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതാണ് പ്രൊസീജിയർ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി ഇതേപോലത്തെ കുറച്ച് പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. Increasing value of t. Yes. വീണ്ടും dy by dx ഉം d² y by dx² ആണ് കണ്ടുപിടിക്കാനുള്ളത്. വിത്തൗട്ട് എലിമിനേറ്റിംഗ് ദ പാരാമീറ്റർ ആണ്. x = √t, y = 2t + 4 at point 1,6 x വാല്യൂ 1 ഉം y വാല്യൂ 6 ഉം ആണ്. ശരി, എനിക്ക് dy by dx ഉം d² y by dx² ആണ് കണ്ടുപിടിക്കാനുള്ളത്. പഴയ പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. വിത്തൗട്ട് എലിമിനേറ്റിംഗ് ടി. അതാരും മറക്കരുത്, വിത്തൗട്ട് എലിമിനേറ്റിംഗ് ടി. ഞാനിവിടെ ടീനെ എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചുമ്മാ കാണിച്ചു തരാം. ഇവിടെ എക്സിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് ടി ആവും. ടി എന്ന് പറഞ്ഞാൽ x² ആണ്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y = 2x² + 4 എന്നാവും. ടി ഇല്ല, ടീനെ എലിമിനേറ്റ് ചെയ്തു. ഇനി dy by dx കണ്ടുപിടിക്കാനാ പാട്. dy by dx താഴെ കിടക്കുന്നു 4x. ഇനി d² y by dx² കണ്ടുപിടിക്കാനാ പാട് 4. എളുപ്പമുള്ള പരിപാടി. 4 സ്റ്റെപ്പിൽ തീരേണ്ട സംഗതിയാണിത്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ടീനെ എലിമിനേറ്റ് ചെയ്യാതെ അയാളെ ഒന്ന് കണ്ടുപിടിച്ചേക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, എനിക്ക് dy by dx കണ്ടുപിടിക്കാൻ dx by dt യുടെ ആവശ്യമുണ്ട്. dx by dt √t എന്ന് പറയുമ്പോ 1/2 into t raised to 1/√t. അറിയാം, t raised to -1/2 ആണ്. t raised to 1/2 into t raised to -1/2
സോറി t raised to 1/2 minus 1. Done. ഇനി dy by dt എന്ന് പറയുന്നത് 2. dy by dt 2. Therefore dy by dx equal to dy by dt divided by dx by dt. That is equal to 2 divided by 1/2 root t. Therefore 4 root t. 4 root t dy by dx ആയി. ഇനി അടുത്ത നമ്മൾ കഴിഞ്ഞത് ചെയ്ത പോലെ d² y by dx². കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ അത് y ഡാഷിന്റെ ഡെറിവേറ്റീവ് ആണ്. അയാളെ നമുക്ക് dy dash by dt into dt by dx എന്ന് എഴുതാം. അതേ സ്റ്റെപ്പ്, ഒരു മാറ്റമില്ല. ഇനി y dash എന്ന് പറയുന്നത് y dash dy by dx y dash എന്ന് പറയുന്നത് 4 root t. അതിന്റെ ഡെറിവേറ്റീവ് dy dash by dt എന്ന് പറയുന്നത് റൂട്ട് ടിയുടെ ഡെറിവേറ്റീവ് 1/2 into t 1/2 root t ആണ്. 4 into 1/2 root t. 4 into 1/2 root t. Therefore this is equal to 2 by root t. 2 by root t. ഇനി dt by dx dy by dx നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ റെസിപ്രോക്കൽ ആണ് dt by dx. So this is equal to dy dash by dt 2 by root t. 2 by root t. ഇനി അടുത്ത എന്താണ് dt by dx എന്ന് പറഞ്ഞാൽ ദാ അടക്കുന്നു. dx by dt ദാ അടക്കുന്നു. ഇതിന്റെ റെസിപ്രോക്കൽ 2 root t. 2 root t. root tയും വെട്ടിപ്പോവും. 2 into 2 4. നമ്മൾ ഇവിടെ പ്രതീക്ഷിച്ച ഉത്തരം തന്നെ ഇവിടെ കിട്ടി. നമുക്ക് കിട്ടി 4 root t എന്ന് പറഞ്ഞാൽ x ആണ്. 4x. ഒരു മാറ്റമില്ല. അപ്പൊ dy by dx ഉം d² y by dx കിട്ടി. ഇനി പോയിന്റ് നോക്കുക 1,6. പോയിന്റ് നോക്കുക 1,6. അതായത് x വാല്യൂ 1ഉം y വാല്യൂ 6. x വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് t 1ഉം പിന്നെ 2t plus 4 എന്ന് പറയുന്നത് 6. 2t plus 4 y എന്ന് പറഞ്ഞാൽ 2t plus 4 ആണല്ലോ, അത് 6. അപ്പൊ അതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ 2t equal to 6 minus 4 that is 2. Therefore t equal to 1. t 1 ആണ്. റൂട്ട് ഓഫ് 1ഉം 1 തന്നെയാണ്. t equal to 1 ആണ് ഉത്തരം. അപ്പോ dy by dx at 1,6 എന്ന് പറയുമ്പോൾ t 1 ആണ്. 1,6 എന്ന് പറയുമ്പോൾ t 1 ആണ്. അപ്പോ 4 into root 1 4. ഇനി dy by d² y by dx². എനിക്ക് ഇവിടെ അത് തെറ്റിപ്പോയി. dy by dx ആയിരുന്നു. dy by dx ആയിരുന്നു. d² y by dx². അത് 4 ആണ്. കൊടുക്കാനായിട്ട് ടീം കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് 4 കഴിഞ്ഞു. ഡൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാരാമീറ്റർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. x is equal to 1/2 t² plus 1. y is equal to 1/3 t³ minus t. ഞാൻ ഇപ്രാവശ്യം പാരാമീറ്റർ ഒന്നും അവോയ്ഡ് ചെയ്യാൻ നിൽക്കുന്നില്ല, നേരെ ഉത്തരത്തിലേക്ക് പോവാണ്. dx by dt 1/2 into 2t, that is t. dy by dt 1/3 into 3t². 1/3 into 3t² minus 1. That is equal to t² minus 1. ഇനി അടുത്ത dy by dx ആണ് നമുക്ക് വേണ്ടത്. dy by dx.
dy by dt divided by dx by dt, t square minus 1 divided by t. t square minus 1 divided by t. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് t minus 1 by t ആവും. t minus 1 by t. ഇനി അടുത്ത d square y by dx square. നിങ്ങൾക്കറിയാം അത് dy dash by dx ആണ്. y ഡാഷിന്റെ ഡെറിവേറ്റീവ് ആണ് d square y by dx square. അതിനെ നമ്മൾ dy dash by dt into dt by dx എന്ന് എഴുതും. dy dash by dt നമ്മുടെ dy y dash താഴെ dy dash by dt t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് 1 കിട്ടും. ഇത് 1 by t യുടെ ഡെറിവേറ്റീവ് മൈനസ് 1 by t സ്ക്വയർ മൈനസ് 1 by t സ്ക്വയർ പ്ലസ് 1 by t സ്ക്വയർ മൈനസ് മൈനസും കൂടെ പ്ലസ് ആവും. dt by dx ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. dx by dt യുടെ റെസിപ്രോക്കൽ. Therefore, this is equal to 1 plus 1 by t square into ഇതിന്റെ റെസിപ്രോക്കൽ 1 by t. 1 by t അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by t plus 1 by t cube. 1 by t. കഴിഞ്ഞു. d square y by dx സ്ക്വയറിന്റെ വാല്യൂ കിട്ടി 1 by t plus 1 by t സ്ക്വയർ. 1 by t plus 1 by t സ്ക്വയർ. ശരി, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ.